പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും, പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ യാത്രകളിലുമെല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും കൃപയും സന്തോഷവും സമാധാനവും വിടുതലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇതാണ്: നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലെല്ലാം ഈശോയുടെ മുഖം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരിലും, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിലും, അതോടൊപ്പം തന്നെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികളെയൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഈശോയുടെ മുഖം കാണാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം കുറേ കൂടി സന്തോഷവും സമാധാനമുള്ളതായിട്ട് മാറും. കൊച്ചു തെരേസയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയിലൊരു സിസ്റ്ററുണ്ട് കൊച്ചു തെരേസയെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്ന, കൊച്ചു തെരേസയെ ഇങ്ങനെ എപ്പോഴും തിരുത്തുന്ന, ശാസിക്കുന്ന ഒരു സിസ്റ്റർ. അപ്പോൾ കൊച്ചു തെരേസയോട് ഒരിക്കലും ചോദിക്കുന്നുണ്ട്, തെരേസ്, നീ എന്നെ കാണുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ആളല്ലേ, എന്തുകൊണ്ടാണ് നീ എന്നെ കാണുമ്പോഴൊക്കെ ചിരിക്കുന്നത്? അപ്പോൾ കൊച്ചു തെരേസ പറയുന്ന മറുപടിയാണ്, ഞാൻ ചിരിക്കുന്നു കാരണം സിസ്റ്ററിനെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം മനസ്സിൽ നിറയാണ്. ഞാൻ ചിരിക്കുന്നു കാരണം സിസ്റ്ററിന് ഈശോയുടെ മുഖമാണ്. കണ്ടോ, എല്ലാവരിലും ഈശോയെ കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ജീവിതം ആനന്ദമാവും. ഈ വിശുദ്ധരൊക്കെ അങ്ങനെയല്ലേ? ഈ വിശുദ്ധരൊക്കെ അവരെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിച്ചത് എങ്ങനെയാ? ഈശോയുടെ മുഖം കാണാൻ കഴിഞ്ഞത് കൊണ്ടാണ്. നമുക്ക് ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ജെറീക്കോയിൽ വെച്ച് കർത്താവ് ഒരു അന്ധനെ സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന സമയത്ത് സൗഖ്യം നൽകിക്കഴിഞ്ഞ് അവൻ ആദ്യം കാണുന്നത് ഈശോയുടെ മുഖമാണ്. എത്ര ഭാഗ്യപ്പെട്ടൊരു കാഴ്ചയല്ലത്? അന്ധത അവനെ മൂടി, പിന്നീട് കർത്താവ് സൗഖ്യപ്പെടുത്തി കഴിയുമ്പോൾ ആദ്യം കാണുന്നത് ഈശോയുടെ മുഖം. അനുഗ്രഹം, വലിയൊരു അനുഗ്രഹം അത്. പിന്നീട് വചനം പറയുന്നു, അവൻ ഈശോയെ പിഞ്ചെന്നു എന്നാ പറയുക, ഈശോയുടെ ശിഷ്യനായി മാറി എന്നാ പറയുക. ഇതുപോലെ നമുക്ക് ഈശോയുടെ മുഖം കാണാൻ സാധിക്കട്ടെ, അതൊന്നാമത്തേത്. പിന്നെ ഈശോയുടെ മുഖം എല്ലാവരിലും കാണാൻ സാധിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഉൾക്കണ്ണിൽ, എൻ്റെ ആത്മാവിൽ, മനസ്സിൽ, ജീവിതത്തിൽ ഈശോ നിറയട്ടെ. അങ്ങനെ ഈശോയെ കാണാൻ കഴിയട്ടെ എല്ലാറ്റിലും. പിന്നെ എൻ്റെ കൂടെയുള്ളവരിൽ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, കണ്ടുമുട്ടുന്നവർ എല്ലാവരിലും ഈശോയെ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ജീവിതം കുറേ കൂടി സന്തോഷമുള്ളതാകും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ സർവ്വസ്വമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.